കാടുകളുടെ തണലിൽ ആർത്തൊലിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ സംഗീതത്തിൽ മനസ്സിലെ സർവ്വ ദുഃഖവും മറന്ന് കുന്നും താഴ്വാരവും കടന്ന് മുന്നോട്ടേക്ക് ഒഴുകി അറബിക്കടലിൽ ചെന്ന് ചേർന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ചുവട്ടിൽ ചെന്ന് അതിമനോഹരമായ ദൃശ്യങ്ങളും മറ്റും പകർത്തി അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ചീനിക്കാസ് ഗ്രൂപ്പിന്റെ കിഡിലെ മഞ്ഞ കളർ ബസ്സിൽ കയറി തന്നെയാണ് നമ്മുടെ ഇന്നത്തെയും യാത്ര. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും നേരെ വീഡിയോ കണ്ടോളൂ കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. ചീനിക്കാസ് എന്നു പേരുള്ള ഈ കിടിലൻ മഞ്ഞ കളർ ബസ്സിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതേ ചീനിക്കാസ് ബസ്സിൽ തന്നെ കയറിയാണ് 5-6 മാസം മുന്നേ നമ്മൾ അതിരപ്പള്ളിയും വാഴച്ചാലും മലക്കപ്പാറയും എല്ലാം കടന്ന് വാൽപ്പാറയിലേക്ക് യാത്ര പോയിട്ടുള്ളത്. അന്നത്തെ യാത്രയിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം നേരിട്ട് കാണുവാൻ സാധിച്ചില്ലായിരുന്നു. ആ ഒരു സങ്കടം മാറ്റുവാൻ വേണ്ടിയാണ് ഇന്ന് അതേ ചീനിക്കാസ് ബസ്സിൽ തന്നെ കയറി അതിരപ്പള്ളിയിലേക്ക് പോകുന്നത്. ചാലക്കുടി നിന്നും അതിരപ്പള്ളി വരെ 40 രൂപയാണ് ഒരാൾക്ക് ബസ് ടിക്കറ്റ് ചാർജ് ആകുന്നത്. ചാലക്കുടിയിൽ നിന്നും പുറപ്പെട്ട ഈ ബസ് ഏഴാറ്റുമുഖം, വെറ്റിലപ്പാറ എന്നിവിടെ എല്ലാം കൂടിയാണ് കേട്ടോ അതിരപ്പള്ളിയിൽ എത്തിച്ചേരുക. വാൽപ്പാറ യാത്രയിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ അംബുജാക്ഷൻ ചേട്ടനും അതുപോലെ തന്നെ കണ്ടക്ടർ ജോസി ചേട്ടനും തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെയും സാരഥികൾ. ചാലക്കുടിയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരത്തിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ കേരളത്തിൽ എവിടെയായിരുന്നാലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ചാർപ്പാ വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും എല്ലാം നേരിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് അന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി പോകാവുന്നതാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഓരോ അരമണിക്കൂർ ഗ്യാപ്പിലും സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ ആനവണ്ടികളും എല്ലാം ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിൽ സർവീസുകൾ നടത്തുന്നുണ്ട്. ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളിയിലേക്കുള്ള ബസ് യാത്ര വളരെ മനോഹരമായ ഒരു അനുഭവമാണ് നമുക്ക് ഏവർക്കും തരിക. യാത്രക്കിടയിലെ പ്രകൃതി ദൃശ്യങ്ങളും കാടുകളും പുഴകളും എല്ലാം ഈ യാത്രയെ മറ്റ് യാത്രകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നു. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഈ യാത്രക്കിടയിൽ ആനകളെയും പുലിയെയും കടുവയെയും എല്ലാം കാണുവാൻ സാധിക്കും. വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ഈ റൂട്ടിന്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്താണെങ്കിൽ മരങ്ങളുടെയൊക്കെ പച്ചപ്പും അതുപോലെ തന്നെ ജലപാതത്തിന്റെ ആർത്തലയ്ക്കുന്ന ശബ്ദവും എല്ലാം വേറിട്ടൊരു അനുഭവം തന്നെയാണ്. മഴക്കാലത്താണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുവാൻ പോകുന്നതെങ്കിൽ ജാക്കറ്റോ കുടയോ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. ഏഴാറ്റുമുഖം എന്ന സ്ഥലത്തു കൂടിയാണ് നമ്മുടെ ബസ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പാം ഓയിൽ തോട്ടമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ പാം ഓയിൽ തോട്ടങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്.
എണ്ണപ്പനത്തോട്ടത്തിന്റെ ഓരം ചേർന്ന് ശാന്തമായി ഒഴുകുന്ന ചാലക്കുടി പുഴയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി ആനകളെ ഒന്നും കാണുവാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ബസ്സിന്റെ തൊട്ട് മുന്നിലൂടെ ദാ ഒരു ആനവണ്ടി മുന്നോട്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആനവണ്ടി ഒരല്പം ലേറ്റ് ആയിട്ടാണ് ഓടുന്നതെന്ന് എനിക്കൊരു ചെറിയ സംശയം ഇല്ലാഴുകയില്ല. നമ്മുടെ ബസ്സിന്റെ മുന്നിൽ പോകുന്ന ആനവണ്ടി അതിരപ്പള്ളി വരെ മാത്രം സർവീസ് നടത്തുന്ന ബസ്സാണ്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ജീവനക്കാരും കാലത്ത് ജോലിക്കായും മറ്റും പോകുന്നത് ചീനിക്കാസ് ബസ്സിലും അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് മുന്നിൽ പോകുന്ന ആ ആനവണ്ടിയിലും ഒക്കെ ആയിട്ടാണ്. ഇടയ്ക്ക് റോഡിനൽപ്പം വീതി കൂടിയ ഭാഗം എത്തിയപ്പോൾ നമ്മുടെ ചീനിക്കാസ് ബസ്സിന് മുന്നിൽ കയറി പോകുവാനായിട്ട് ആനവണ്ടി വഴി മാറിക്കൊടുത്തിരുന്നു. ആ ഭാഗം ക്യാമറയിൽ ഒപ്പിയെടുക്കുവാൻ ശ്രമിച്ചിരുന്നു. നിർഭാഗ്യവശാൽ റെക്കോർഡിംഗ് ഓൺ ആക്കാൻ വിട്ടുപോയി. ഒടുവിൽ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്ത് ബസ് ഇറങ്ങി. നമ്മുടെ ബസ്സിന്റെ തൊട്ട് പുറകെ തന്നെ ദാ ആനവണ്ടിയും എത്തി. കാലത്ത് 8 മണി മുതൽ വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് കൊടുക്കുന്ന ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. 50 രൂപയാണ് ഒരാൾക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോകുവാനായിട്ടുള്ള ഫീസ്. ടിക്കറ്റ് എടുത്ത കൗണ്ടറിന്റെ മുന്നിൽ നിന്ന് തന്നെ നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അടിപൊളി ഒരു ലോങ് വ്യൂ കാണുവാൻ സാധിക്കും. നമ്മൾ കുറച്ചു മുൻപേ കണ്ട ആനവണ്ടിയാണ് കേട്ടോ ആ നിർത്തിയിട്ടിരിക്കുന്നത്. തൊട്ട് പുറകിൽ കാണുന്ന ആ നീല കളറുള്ള ബസ് കണ്ടില്ലേ, മാതാജെറ്റ്. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ബസ്സാണിത്. ഇവിടെയും ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട്. കാലത്ത് 8:45 കൂടി മാത്രമേ ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ കൊടുക്കുവാൻ തുടങ്ങൂ. ടിക്കറ്റൊക്കെ പ്രധാന ഗേറ്റിൽ കാണിച്ചതിന് ശേഷം ഞാൻ ദാ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നമ്മൾ കയറി വന്ന എൻട്രൻസിന്റെ ഉള്ളിൽ നിന്നുമുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. എത്ര പൊളിയല്ലേ. ഇവിടെ നിന്നും 500 മീറ്റർ ദൂരം നമുക്ക് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നടക്കുവാനുണ്ട്. നടന്നു പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് വിശ്രമിക്കാനായിട്ടുള്ള നല്ല അടിപൊളി ഹട്ടുകളും ഇരിപ്പിടങ്ങളും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നടന്നു വരുന്നത് നേരെ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തേക്കാണ്. കേരളത്തിലെ നയാഗ്ര എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടം 80 അടി ഉയരത്തിൽ നിന്നുമാണ് താഴേക്ക് പതിക്കുന്നത്. കണ്ടോ അവിടെ ഒരു കുരങ്ങൻ ഇരിക്കുന്നത്. ഇവിടുത്തെ കാടുകളിൽ നിന്നും തന്നെ ശേഖരിക്കുന്ന മുള വെച്ച് നിർമ്മിച്ചിരിക്കുന്ന വേലിയും കൈവരിയും ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. തികച്ചും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും നിറയും. നല്ല മഴയുള്ള സമയത്ത് ഈ പ്രദേശത്തിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്താണ് ഈ പ്രദേശം കാണുവാൻ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത്. നമ്മളെല്ലാവരും കണ്ട
കണ്ട ബാഹുബലി സിനിമയിലെ അതിമനോഹരങ്ങളായ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് ഇവിടെയാണ് കേട്ടോ. പ്രഭാസ് ശിവലിംഗവും തോളിലേറ്റിക്കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴെയാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോകുവാനൊക്കെ തോന്നും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ധാരാളം ചതിക്കുഴികൾ നിറഞ്ഞ പാറക്കൂട്ടങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത്. വർഷങ്ങളായി വെള്ളം ഒഴുകി ഇവിടുത്തെ പാറകൾക്കെല്ലാം ഭയങ്കര മിനുസമാണ്. നിസ്സാരമെന്ന് കരുതി ചാടിക്കയറിയാൽ പാറയിടുക്കിൽ കാൽ കുരുങ്ങി നമുക്ക് ആപത്ത് സംഭവിക്കാം. അതിനാൽ ഇവിടെ വരുന്നവർ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ അനുസരിക്കുക. കാണുന്ന കുടില് കണ്ടോ? 2018 പ്രളയത്തിന്റെ സമയത്ത് ഇവിടെ എല്ലാം നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഒഴുകിയപ്പോഴും യാതൊരുവിധ കുലുക്കവും സംഭവിക്കാത്ത ഒരു മുതലാണ് കേട്ടോ അത്. ഇവിടുത്തെ സുരക്ഷാ ജീവനക്കാരുടെ വിശ്രമ കേന്ദ്രമാണ് ആ കുടില്. അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ മേലെ ഭാഗത്തു നിന്നുമുള്ള അതിമനോഹരങ്ങളായ കാഴ്ചകളും മറ്റും കണ്ടതിന് ശേഷം നമ്മൾ നേരെ താഴെ ഭാഗത്തേക്ക് പോവുകയാണ്. വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഭാഗത്തേക്ക് മൊത്തത്തിൽ 400 മീറ്റർ ചെങ്കുത്തായത് ഇടുങ്ങിയതുമായ പാതയാണ്. ഹൃദയരോഗമുള്ളവരും അതുപോലെ തന്നെ ശാരീരിക അവശതകളുള്ളവരും താഴെ ഭാഗത്തേക്ക് നടന്നു പോകാതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും ഉത്തമം. നമുക്ക് നടക്കുവാനായിട്ടുള്ള വഴി ഇതിലെ വേലി കെട്ടിയൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് ചാടിക്കടന്നു പോയിട്ട് 2 ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചാലുണ്ടല്ലോ കനത്ത ഫൈൻ കൊടുക്കേണ്ടി വരും. ഈ കാര്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഒടുവിൽ നമ്മൾ താഴെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നോക്കിക്കേ. ഒഴുകി വരുന്ന ഒരു നദി അതേപടി തന്നെ താഴേക്ക് പതിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെയും 5 കിലോമീറ്റർ മുകളിലായിട്ടാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുവാനെടുത്ത ആ ഒറ്റ ടിക്കറ്റിൽ തന്നെ നമുക്ക് പോയിട്ട് വാഴച്ചാൽ വെള്ളച്ചാട്ടവും കാണുവാൻ സാധിക്കും. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് 4-5 കിലോമീറ്റർ മാറി ഒരു ഡാം പണിയുവാനായിട്ടുള്ള ആലോചനകൾ വർഷങ്ങളായിട്ട് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആ ഡാമെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളച്ചാട്ടം എന്നേക്കുമായി ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകും. അതിനാൽ എത്രയും വേഗം നിങ്ങൾ എല്ലാവരും ഈ വെള്ളച്ചാട്ടം കാണുവാനായിട്ട് ചാടി ഇറങ്ങി പോരും കേട്ടോ. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് പോകാവുന്ന അത്രയും ദൂരം കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോയി നിന്ന് ഫോട്ടോസും മറ്റും എടുക്കാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ ഇവിടെ നിന്നുമുള്ള അതിമനോഹരങ്ങളായ കാഴ്ചകളും മറ്റും കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് മുകൾ ഭാഗത്തേക്ക് പോവുകയാണ്. താഴേക്ക് ഇറങ്ങി വരുന്നതിലും ടാസ്ക്കാണ് മുകളിലോട്ട് കയറി പോകുന്നത്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നേരിട്ട് അനുഭവിച്ചറിയുക തന്നെ വേണം. അത്രയ്ക്കും ചെങ്കുത്തായിട്ടുള്ള കയറ്റമാണ് മുകൾ ഭാഗത്തേക്ക്. താഴെ നിന്നും മുകളിലേക്ക് കയറി വന്നപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് കിതച്ചു കേട്ടോ. ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വെച്ചാൽ കടയിലേക്ക് ചെന്നതാണ്. അപ്പോഴാണ് ആ ചേച്ചിമാര് പറഞ്ഞ ചായയൊക്കെ റെഡി ആകുന്നതോ ഉള്ളെന്ന്. ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം കാഴ്ചകൾ ഈ ഭൂമുഖത്തുണ്ട്. അത്തരം കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും വണക്കം.